ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ഗോബി ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, റെഡ് ബെൽ പേപ്പർ എടുത്തിട്ടുണ്ട്, പച്ചമുളക്, വെളുത്തുള്ളി, സ്പ്രിംഗ് ഓണിയൻ, അതുപോലെ തന്നെ സവാളയും എടുത്തിട്ടുണ്ട്. ഗോബി ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് ഞാനിവിടെ കോളിഫ്ലവർ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു കപ്പിൽ കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് നമുക്ക് വാഷ് ചെയ്തെടുക്കാം. വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ അകത്തോട്ട് ഇതിനിട്ട് ഒരു 10 to 15 മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷമാണ് ഇത് നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കാം. ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാനിവിടെ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം കോൺഫ്ലവറും ഞാനൊരു മൈദ ഇപ്പോൾ ഒരു 2 സ്പൂൺ എടുത്തിട്ടുണ്ടെങ്കിൽ കോൺഫ്ലവർ ഇതൊരു 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിനെ നമുക്ക് ഒന്ന് ബാറ്റർ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ബാറ്റർ ആക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾ ആ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതിനെ നല്ലോണം ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബാറ്ററാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ബാറ്ററായിട്ട് കിട്ടിയപ്പോൾ ഞാനിതിലോട്ട് കുറച്ച് ഗാർലിക് പൗഡർ യൂസ് ചെയ്യാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി ചതച്ചിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ പൗഡറായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പൗഡർ ഫോമിലുള്ള കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ഇനി അതും ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഞാനിവിടെ ഡ്രെയിൻ ചെയ്ത് വെച്ചിരുന്ന കോളിഫ്ലവറും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം എല്ലാം നല്ലോണം പോയിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കാരണം ഈ ബാറ്റർ ഒന്ന് ഇതിൽ നല്ലോണം കോട്ട് ചെയ്യണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഇന്നലെ തന്നെ ബാസ്മതി റൈസ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലിട്ടിട്ട് നമുക്കതിനെ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ്, ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആണ്. അപ്പോൾ അതുവരെ നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ മീഡിയം ടു ഹൈ ഹീറ്റിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തതെല്ലാം റെഡി, ഇത് എല്ലാം കുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഇതിനെ ഒരു പ്ലേറ്റിൽ കുറച്ച് ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് ഇതിൻ്റെ ഓയിൽ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ആ ടിഷ്യൂ പേപ്പർ ഇട്ട പ്ലേറ്റിലോട്ടാണ് ഞാനതിനെ മാറ്റുന്നത്.
ഇനി ആ പാത്രത്തിൽ നിന്ന് ഓയിലെല്ലാം മാറ്റിയിട്ട് ആവശ്യത്തിന് ഓയിലെടുത്തു. ഞാൻ എന്നിട്ട് അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് എഗ്ഗ് 2 ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കാരണം നിങ്ങൾക്ക് വെജിറ്റേറിയൻ ആണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ എഗ്ഗ് ഇടണ്ട, എഗ്ഗിൻ്റെ ഇത് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് നേരിട്ട് ഫ്രൈഡ് റൈസിലോട്ട് കടക്കാം. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് എഗ്ഗ് ഇടുന്നുണ്ട്. അപ്പം ഞാൻ ഇനി ഇതിനൊന്ന് ചിക്കി വറക്കാണ്, അതായത് സ്ക്രാമ്പിൾഡ് എഗ്ഗ് നമുക്ക് ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലോണം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അതിനുശേഷം ആ പാത്രത്തിലോട്ട് ഞാനിവിടെ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. 3 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലൂടെ ആദ്യം തന്നെ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ടിട്ട് നല്ലോണം ഒന്ന് അതിൻ്റെ ആ റോ സ്മെല്ലെല്ലാം പോണ വരെ നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നതാണ് ഇതിന്. ഇനി അതിലോട്ട് ഞാൻ ഇപ്പോൾ സവാളയും സ്പ്രിംഗ് ഓണിയനും ഇട്ട് കൊടുക്കുകയാണ്. സ്പ്രിംഗ് ഓണിയൻ്റെ അടിയിലത്തെ ആ തണ്ടില്ലേ, അതാണ് ഞാനിപ്പോൾ ഇതിലോട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് നല്ലോണം സോട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഇനി ഇതിലോട്ട് ഞാനിപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനെയും നല്ലോണം ഒന്നും കൂടി സോട്ട് ചെയ്തെടുക്കാം. അപ്പം നല്ല കറക്റ്റ് ഭാഗമാണ്. ഇനി ഞാനിതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും അതുപോലെ തന്നെ റെഡ് ബെൽ പെപ്പറുമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിനെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 1 മിനിറ്റ് അതിനൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി അതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. പിന്നെ കുരുമുളക്, അത് നിങ്ങൾക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീൻസും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഞാനിതിലോട്ട് സ്പ്രിംഗ് ഓണിയൻ ഇട്ടു. ഇനി ഞാനിതിലോട്ട് കുറച്ച് സോയാ സോസും അതുപോലെ തന്നെ വിനിഗറും ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡാർക്ക് സോയാ സോസാണ്. നിങ്ങൾ ലൈറ്റാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഒഴിക്കേണ്ടി വരും. ഞാനിവിടെ ഡാർക്ക് ആയതുകൊണ്ട് എനിക്ക് അധികം ഒഴിക്കേണ്ട. ഇനി അതൊന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനിതിൽ എഗ്ഗ് ചേർക്കുന്നത് കൊണ്ട് നിങ്ങളിപ്പോൾ വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങൾക്ക് ആ എഗ്ഗിൻ്റെ പോർഷൻ സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് വെജിറ്റേറിയൻ ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എഗ്ഗ് സ്കിപ്പ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇനി ഇതിനൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് റൈസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ഓൾറെഡി ഇന്നലെ തന്നെ ബാസ്മതി റൈസ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിനൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം.
നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് എരിവിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ എരിവ് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഫൈനലായിട്ട് ഞാൻ കുറച്ചും കൂടെ ഒരു 1 സ്പൂൺ ഒന്ന് വിനെഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇനി മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിന് അറ്റ്ലീസ്റ്റ് ഒരു 2 മിനിറ്റ്സ് ഒന്ന് ഈ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം പ്ലേറ്റിലോട്ട് മാറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗോബി ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്പ്രിംഗ് ഓണിയനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിന് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്